പ്രിയപ്പെട്ട ഇന്ത്യൻ ആർമിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ, ഇനി വെറും 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ത്യൻ ആർമിയിലേക്കുള്ള റിട്ടേൺ എക്സാമിനേഷൻ ജൂൺ 1 മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ഈ വരുന്ന ഒരു 14 ദിവസമെങ്കിലും നിങ്ങൾ അതായത് കണ്ടിന്യൂവേഷൻ ആയിട്ട് പ്രോപ്പർ സിലബസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ പോലും ഒരു 50% നിങ്ങൾക്ക് ഹോപ്പ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ എക്സാം എഴുതിയിട്ട് പോലും കാര്യമുള്ളൂ. കഴിഞ്ഞ ഒരു റിട്ടേൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. റിട്ടേൺ എക്സാമിനേഷനകത്ത് ഫെയിൽഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ പോലും പാസ്സാക്കിക്കൊണ്ട് രണ്ടാമതും ഫിസിക്കലും മെഡിക്കലും കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് ഈ മാസം 3rd വീക്കോട് കൂടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. കാരണം 1,00,000-ൽ പരം വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പല ഉദ്യോഗാർത്ഥികൾക്കും ഇതിൻ്റെ പ്രോപ്പർ സിലബസ് എന്താണ് എന്നുള്ളത് പോലും അറിയാതെ പല യൂട്യൂബ് ചാനലിൽ നിന്നും അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നിന്നും പല മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് പഠിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഇന്ത്യൻ ആർമി, കാരണം മാക്സിമം 1,00,000-ൽ പരം ഉദ്യോഗാർത്ഥികളാണ് ഇന്ത്യൻ ആർമി ജനറൽ ഡ്യൂട്ടി സോൾജർ GD കാറ്റഗറിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോനകത്ത് സോൾജർ GDയിലേക്കുള്ള സിലബസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. വ്യക്തമായിട്ടും എത്ര മാർക്കാണ്, ഏതൊക്കെ സിലബസ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോനകത്ത് കവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്ത്യൻ ആർമി സോൾജർ GD തസ്തികയിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഓരോ ഉദ്യോഗാർത്ഥിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുക. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും നിങ്ങൾക്കറിയാവുന്നവരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വരുന്ന ഒരു 2 ആഴ്ചയെങ്കിലും അവർ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ സിലബസ് എന്താണ് നോക്കാം. ഓവറോൾ, അതായത് ജനറൽ ഡ്യൂട്ടിയിലേക്ക് സോൾജർ GDയിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണ് അത് കൊടുത്തിട്ടുണ്ടായത്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. കമ്പ്യൂട്ടർ ഓൺലൈൻ ആയിട്ടാണ് ഇതിന്റെ എക്സാം നടക്കുന്നത്. അവിടെ ചെന്നിട്ട് ഓഫ്ലൈൻ ആയിരിക്കില്ല, പെന്നോ പെൻസിലോ ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടല്ല ഓൺലൈൻ ആയിട്ടാണ് ഇതിന്റെ റിട്ടേൺ എക്സാം നടക്കുന്നത്. ആദ്യം തന്നെ ഇതിന്റെ സിലബസ് എന്താണെന്ന് നോക്കാം. 4 പാറ്റേൺ ആയിട്ടാണ് ഇതിന്റെ സിലബസ് വരുന്നത്. ആദ്യം തന്നെ GK, ജനറൽ നോളജ്, അതുപോലെ തന്നെ ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, റീസണിങ്, ഇങ്ങനെ 4 കാറ്റഗറിയിലേക്കായിട്ടാണ് 4 ടോപ്പിക്കുകളായിട്ടാണ് നിങ്ങളുടെ എക്സാം പാറ്റേൺ വരുന്നത്. അതിന് 100 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും. 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പാണ് നിങ്ങൾക്ക് അവിടെ റിട്ടേൺ എക്സാമിനേഷനകത്ത് ക്വസ്റ്റ്യനകത്ത് വരുന്നത്. അതായത് ഒരു ചോദ്യം 3ഓ 4ഓ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ടാവും. അതിൽ റൈറ്റ് ആൻസറിനാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. അതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 4 സബ്ജക്റ്റുകളായിട്ടാണ് ഇതിൻ്റെ റിട്ടേൺ എക്സാം വരുന്നത്. ആദ്യം തന്നെ ഇതൊന്നും നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം GK, GS, മാത്തമാറ്റിക്സ്, റീസണിങ്. അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ മാത്തമാറ്റിക്സിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ റീസണിങ്ങിനകത്ത് എന്തൊക്കെയാണ്, GK അതുപോലെ തന്നെ GSനകത്തും എന്തൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടതെന്നാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ജനറൽ നോളജിനെ കുറിച്ചിട്ട് സംസാരിക്കാം. GKനകത്ത് ഇന്ത്യൻ ഹിസ്റ്ററി, ജിയോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്പോർട്സ്, അവാർഡ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, കറണ്ട് അഫെയർസ്, ഡിഫൻസ് റിലേറ്റഡ് ന്യൂസ്, കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ്, ഫേമസ് പേഴ്സണാലിറ്റീസ്. ഇതിനകത്ത് നമ്മൾ സ്പോർട്സിനകത്ത് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ട്രോഫീസ്, അതായത് വിംബിൾഡണിനെ സംബന്ധിച്ചിട്ടുള്ള ട്രോഫി അല്ലെങ്കിൽ ഫുട്ബോളിനെ സംബന്ധിച്ചിട്ടുള്ള ട്രോഫി, അത് ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അർജുന അവാർഡ് ഏതിനാണ് കൊടുക്കുന്നത്, ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇതിനകത്ത് കവർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഡിഫൻസ് മിനിസ്റ്റേഴ്സ്, അതുപോലെ ഇന്ത്യയും അല്ലെങ്കിൽ ഏതൊക്കെ വാറ്, ഇന്ത്യ പാകിസ്ഥാൻ വാർ ഏത് സമയത്താണ് നടന്നിരുന്നത്, ഏത് വർഷമാണ് നടന്നത്, കാർഗിൽ വാർ എപ്പോഴാണ് നടന്നിട്ട്, ഇത്തരം ചോദ്യമാണ് നിങ്ങൾ അതിനകത്ത് കവർ ചെയ്യേണ്ടത്. കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ് അത് നിർബന്ധമായും പഠിക്കേണ്ടതാണ്. കാരണം 1ഓ 2ഓ ക്വസ്റ്റ്യൻ എന്നുള്ളത് എല്ലാ പേപ്പറിനകത്തും വരുന്നതാണ്. എങ്കിലും കാരണം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലുള്ള നമ്മുടെ ഇന്ത്യക്കകത്തുള്ള തന്നെ 29 സംസ്ഥാനത്തിൻ്റെ പോലും ക്യാപിറ്റൽ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഫേമസ് പേഴ്സണാലിറ്റീസിൽ വരുന്നത് നമ്മൾ ഏതെങ്കിലും അബ്ദുൽ കലാം എന്തുമായിട്ട് റിലേറ്റഡ്, സച്ചിൻ തെണ്ടുൽക്കർ എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് പേഴ്സണലായിട്ട്, അതായത് ഫേമസ് പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ വരുന്നത്. ഹിസ്റ്ററി, ജിയോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായും 1ഓ 2ഓ ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിനകത്തും വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാകും. ഓരോ ആർമി GDയുടെ എക്സാമിനേഷനകത്തും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവാർഡ് അതായത് ദാദാ ഫാൽക്കെ അവാർഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും കവിതയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, നോബൽ സമ്മാനങ്ങളെ കുറിച്ചിട്ടുള്ള നോബൽ പ്രൈസ് പീസുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കാണ് കിട്ടുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ അവാർഡ്സിൻ്റെ അകത്ത്
പഠിക്കേണ്ടത്. ജനറൽ സയൻസിനകത്ത് വരുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇതൊരു 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സിലബസിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും. അതായത് 8 മുതൽ 10 ക്ലാസ് വരെയുള്ള സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഈ റിട്ടൺ എക്സാമിനേഷനായി വരുന്നത്. 10ാം ക്ലാസ്സിന് മേലെയുള്ള സിലബസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു റിലേറ്റഡും ഇല്ല. അതുകൊണ്ട് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടോപ്പിക്കാണ് നിങ്ങൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് കവർ ചെയ്യേണ്ടത്. ജനറൽ സയൻസിനകത്ത് വരുന്നതാണ് ഫിസിക്സ്, ബേസിക് ആയിട്ടുള്ള ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആർമിയുടെ ബുക്ക് കവർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും ബേസിക് ആയിട്ടുള്ള, അതായത് നേരത്തെ പറഞ്ഞു 8 മുതൽ 10 വരെയുള്ള ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ കവർ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, ഈ ഒരു 3 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ളതും നോർമൽ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് കവർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. അടുത്താണ് ഹ്യൂമൻ ബോഡി, അതുപോലെ തന്നെ ഡിസീസസ്. നമ്മുടെ ഇൻഡിവിജ്വലിൻ്റെ ബോഡി, ശരീരത്തിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പഠനം, അതുപോലെ തന്നെ അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം, ഇതാണ് ഹ്യൂമൻ ബോഡി അതുപോലെ തന്നെ ഡിസീസിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യനകത്ത് കവർ ചെയ്യുന്നത്. ന്യൂട്രീഷൻ, അതുപോലെ തന്നെ വിറ്റമിൻസ്, വിറ്റമിൻ എയുടെ കുറവ് കൊണ്ട് അല്ല വിറ്റമിൻ കെയുടെ കുറവ് കൊണ്ട്, ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ഒരുപാട് നമ്മൾ കേൾക്കുമ്പോൾ വിറ്റമിൻസിനെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ന്യൂട്രീഷനെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ഓവറോൾ കവർ ചെയ്യുക എന്നുള്ളത് വലിയ വിഷമം തന്നെയാണ്. എങ്കിൽ പോലും അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് കവർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സയൻറ്റിഫിക് ടേംസ്, എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ഡെയിലി ലൈഫ് സയൻസ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിലെ കൂടിയും അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം ഒരു 5-6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ ഏകദേശം ഒരു 90% സബ്ജക്റ്റിനെ കവർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് അതിൽ നിന്നും ലഭിക്കുന്നതാണ്. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മാത്തമാറ്റിക്സ്. കാരണം മാത്തമാറ്റിക്സ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാർക്കും എന്നുള്ളത് വളരെ ക്ലിയർ കട്ടായിട്ട് 100% ഉറപ്പോടുകൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാരണം മാത്തമാറ്റിക്സിലെ കൂടിയാണ് നമ്മൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പഠിച്ചിട്ട് നേടാൻ പറ്റുന്ന മാർക്ക് എന്നുള്ളത്. മാത്തമാറ്റിക്സ് റിട്ടേൺ എക്സാമിനേഷനകത്ത് ഫുൾ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹോപ്പ് തന്നെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മാത്തമാറ്റിക്സിനകത്ത് വരുന്നതാണ് നമ്പർ സിസ്റ്റം, ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസ്, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, HCF ആൻഡ് LCM, ഓൾജിബ്ര. ബേസിക്കായിട്ട് ഓൾജിബ്ര കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് മാത്തമാറ്റിക്സിനകത്ത്, എങ്കിലും ഇത് ബേസിക് ആയിട്ടുള്ള ഓൾജിബ്ര മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ ജിയോമെട്രി, മെൻസുറേഷൻ. ഈ ജിയോമെട്രി ഒരു മെൻസുറേഷനും ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ പഠിക്കണ്ടൂ. ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ഒരു +2 ലെവലിലേക്കാണ് ഈ ഒരു സബ്ജക്റ്റ് പോകുന്നത്. എങ്കിൽ ജസ്റ്റ് ഒരു കണ്ണോടിച്ച് പോവുക എന്നുള്ളത് മാത്രം ഈ ഒരു ജിയോമെട്രി അതുപോലെ തന്നെ മെൻസുറേഷനകത്ത് നിങ്ങൾ പോയാൽ മാത്രം മതിയാവും. അടുത്തതാണ് 4ാമത്തെ ഒരു ടോപ്പിക്കാണ് റീസണിങ് എന്നുള്ളത്. റീസണിങ് വളരെയധികം, കാരണം ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ബുദ്ധിക്കനുസരിച്ചിട്ടാണ് റീസണിങ്ങിനകത്ത് മാർക്ക് ലഭിക്കുന്നത്. കാരണം ഒരു ഇൻഡിവിജ്വലിൻ്റെ അതേ വഴിയിലെ കൂടി ആയിരിക്കില്ല അടുത്ത ആൾക്കാർ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ കമ്പനി സ്റ്റഡി ചെയ്യുന്ന സമയത്തും പലരും ഇന്ന വഴിയിലെ കൂടെ എന്നുള്ളത് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന വഴിയിലെ കൂടിയാണ് ഇതിൻ്റെ റീസണിങ്ങിൻ്റെ അതൊരു മെയിൻ പോയിൻ്റ് ആണ്. നിങ്ങൾ ക്ലാസ്സിനകത്ത് ഏതെങ്കിലും ട്യൂഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ എവിടെ നിന്ന് കോച്ചിങ് ലഭിക്കുകയാണെങ്കിൽ പോലും ടീച്ചറുടെ ബുദ്ധിക്കകത്ത് വരുന്ന ആൻസർ ആയിരിക്കും അതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എങ്കിൽ പോലും ഇൻഡിവിജ്വലായിട്ട് ലഭിക്കുന്ന ഒരു വഴിയുണ്ട് റീസണിങ് ടോപ്പിക്കിനകത്ത് വരുന്നത്. ആ ഒരു വഴി മാത്രം നിങ്ങൾ അടുത്ത എക്സാം എഴുതുമ്പോഴും അതിനെ കീപ്പ് ചെയ്താൽ മാത്രം മതിയാവും. അല്ലാതെ മറ്റുള്ളവരുടെ വഴി എന്നുള്ളതിന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് വഴിയിലെ കൂടിയാണോ അതിൻ്റെ ആൻസർ ലഭിക്കുന്നത് അത് കറക്റ്റ് ആയിരിക്കും. റീസണിങ്ങിനകത്ത് വരുന്നതാണ് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ ടെസ്റ്റ്, അനോളജി, ഓഡ് വൺ ഔട്ട്. വളരെ സിമ്പിളായിട്ടുള്ള റീസണിങ് ക്വസ്റ്റ്യൻ തന്നെയാണ് കഴിഞ്ഞ ഓരോ വർഷത്തെ പേപ്പറിനകത്തും വന്നിട്ടുള്ളത്. പക്ഷേ കാരണം പല ഉദ്യോഗാർത്ഥികളും റീസണിങ് പേപ്പറിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാഴ്ച തന്നെയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് മാക്സിമം അറ്റ്ലീസ്റ്റ് 2 hours എങ്കിലും ഒരു ദിവസം നിങ്ങൾ റീസണിങ്ങിന് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സിനകത്തും റീസണിങ്ങിനകത്തും നിങ്ങൾക്ക് ഫുള്ളി മാർക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഈ 4 അതായത് GK, GS, റീസണിങ്, മാത്തമാറ്റിക്സ്, ഇങ്ങനെ 4 ടോപ്പിക്കുകളായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ 4 ടോപ്പിക്കിനകത്തും നിങ്ങൾക്ക് എത്ര % മാർക്കാണ് വരുന്നതെന്ന് അടുത്തൊരു സ്ലൈഡിലേക്ക് നമുക്ക് നോക്കാം. ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും നടക്കുന്നത്. സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫ്ലൈൻ ആകത്തില്ല, ഓൺലൈൻ എക്സാമിനേഷനാണ് നടക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് നടക്കുന്നത്. 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനകത്ത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടാണ് 100 മാർക്കിൻ്റെ എക്സാമിനേഷൻ ആയിരിക്കും നടക്കുന്നത്. സ്റ്റാർട്ടിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി 100 മാർക്കിൻ്റെ ഫിസിക്കൽ അതുപോലെ തന്നെ 100 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ.
1 മണിക്കൂർ സമയമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു മണിക്കൂർ എന്നുള്ളത് 50 ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പ്രിപ്പറേഷൻ ചെയ്യാതെ പോയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്തമാറ്റിക്സും റീസണിങ്ങിനും സമയം ലഭിക്കാത്തൊരു കാഴ്ച തന്നെയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് മാത്തമാറ്റിക്സ് റീസണിങ് എന്നുള്ളത് പ്രിയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ 1 മണിക്കൂർ എന്നുള്ളത് കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓരോ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണ് നോക്കാം. GK 30%, അതായത് 50 ക്വസ്റ്റ്യനകത്ത് 30% എന്നുള്ളത് ജനറൽ നോളജ് സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ജനറൽ സയൻസ് 40%, 40% ജനറൽ സയൻസിനാണ് പ്രിയോറിറ്റി കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ബയോളജി, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി ഇതിനകത്തായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് മാർക്കിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. മാത്തമാറ്റിക്സ് 30%, അങ്ങനെ ടോട്ടൽ 100% എന്നുള്ളതിലേക്കാണ് ഈ 50 ക്വസ്റ്റിനകത്ത് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ സബ്ജക്റ്റിനും ഇപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും 30% അല്ലെങ്കിൽ 40% GSനാണ്. അപ്പോൾ കൂടുതലായിട്ട് GSലേക്ക് പ്രിയോറിറ്റി കൊടുത്തുകൊണ്ട് പഠനം ആരംഭിക്കാം എങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങൾ റീസണിങ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സിനാണ് കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം അത് മനപ്പാഠം പഠിച്ചിട്ട്, കാരണം പല ഉദ്യോഗാർത്ഥികളും മനപ്പാഠം പഠിച്ചുകൊണ്ടാണ് റിട്ടൺ എക്സാമിനേഷന് പോകുന്നത്. മാത്തമാറ്റിക്സ് എന്നുള്ളത് നിങ്ങൾ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റൈറ്റ് ആൻസർ ലഭിക്കത്തുള്ളൂ. ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് GK GS എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അന്ന് കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരാൻ സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. GK GS സബ്ജക്റ്റിന് കൂടുതലായിട്ട് എഫേർട്ട് കൊടുക്കാതെ മാത്തമാറ്റിക്സിനും റീസണിങ്ങിനും മാത്രമായിട്ട് നിങ്ങൾ കൺസേൺ ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിട്ടൺ എക്സാമിനേഷൻ വളരെ നോർമലായിട്ട് തന്നെ, വളരെ സ്മൂത്തായിട്ട് തന്നെ കവർ ചെയ്യാൻ, നല്ല മാർക്ക് തന്നെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഫിസിക്കലിനകത്ത് എന്നുള്ളത് ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഓരോ വീഡിയോനകത്തും പറയുന്നതാണ്. ഫിസിക്കലും റിട്ടൺ എക്സാമിനേഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എങ്കിൽ 100% എന്നുള്ളതിൽ ഇന്ത്യൻ ആർമിയിലേക്ക് പോകാൻ സാധിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. അടുത്ത ഇതിൻ്റെ പ്രിപ്പറേഷൻ പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ടിപ്സ് എന്താണ് എന്നുള്ളത്. ഓരോ ഇൻഡിവിജ്വലിനകത്തും, കാരണം ഞാൻ പഠിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ പഠിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സജഷനെ നോക്കാതെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ടിപ്സ്, അതായത് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ടൈം ടേബിൾ നിർമ്മിച്ചുകൊണ്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റിട്ടൺ എക്സാം പാറ്റേൺ കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും NCERT സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് NCERT ലെവലുള്ള NCERT ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാത്തമാറ്റിക്സും അതുപോലെ തന്നെ ജനറൽ സയൻസിനകത്ത് ഉള്ള ടോപ്പിക്ക് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് 8 മുതൽ 10ാം ക്ലാസ് വരെയുള്ള NCERT പുസ്തകത്തിനെ കവർ ചെയ്യുകയാണെങ്കിൽ വളരെ നോർമലായിട്ട് തന്നെ നിങ്ങൾക്കിത് ടോട്ടലി സബ്ജക്റ്റിനെ കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഡെയിലി ന്യൂസ് പേപ്പർ റീഡിങ്, അതുപോലെ തന്നെ ന്യൂസ് വാച്ചിങ്, അതായത് നിങ്ങൾ ടെലിവിഷനകത്ത് അല്ലെങ്കിൽ മൊബൈലിനകത്തായിക്കോട്ടെ ലാപ്പിനകത്തായിക്കോട്ടെ നിങ്ങൾ ഡെയിലി ന്യൂസ് കേൾക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി, കാരണം ഏകദേശം 5 ക്വസ്റ്റ്യൻസ് എന്നുള്ളത് കറണ്ട് അഫയേഴ്സിൽ മാത്രം വരുന്ന ഒരു കാഴ്ചയാണ്. അത് എന്നുള്ളത് നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് പഠിച്ചാൽ ലഭിക്കാത്തത് തന്നെയാണ്. കാരണം അത് ഇൻഡിവിജ്വലായിട്ട് ഓരോ ഡെയിലി അപ്ഡേഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസിനെ കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്താണ് മോക്ക് ടെസ്റ്റ്. ആർമി GDയുടെ അറ്റ്ലീസ്റ്റ് നേരത്തെ പറഞ്ഞു 5-6 വർഷം മുന്നേ ഉള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു, കാരണം മോക്ക് ടെസ്റ്റിലെ കൂടിയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ എത്ര മാത്രം ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലേക്കും അല്ലെങ്കിൽ റീസണിങ്ങിലേക്കുമുള്ള ടൈമിങ്ങിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ കഴിഞ്ഞ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കവർ ചെയ്തുകൊണ്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ടൈമിനെ ഷോർട്ടേജിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞു ഫിസിക്കൽ പ്രിപ്പറേഷൻ കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ആരംഭിക്കുക എന്നുള്ളത്. കാരണം പല ഉദ്യോഗാർത്ഥികളുടെയും ഡൗട്ടാണ്, ആദ്യം റിട്ടൺ എക്സാമിനേഷൻ ശേഷം, അതായത് എക്സാം ക്ലിയർ ആയാൽ മാത്രം ഞാൻ ഇതിൻ്റെ ഫിസിക്കൽ ആരംഭിക്കാമോ എന്നുള്ളത്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഒരു കാര്യം പറയാനുള്ളത്, 1-2 മാസത്തെ സമയമായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ എക്സാം റിസൾട്ട് വന്നതിന് ശേഷം ലഭിക്കുന്നത്. ചിലപ്പോൾ 1 മാസത്തെ സമയം കൊണ്ട് തന്നെ ഫിസിക്കൽ നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫിസിക്കലി വീക്കായിട്ടുള്ള ഓരോ സ്റ്റുഡൻറ്റും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. കാരണം ഉള്ളപ്പ് 10 എണ്ണം എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1600 മീറ്റർ റണ്ണിങ് 5 മിനിറ്റ് 45 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 മാസത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓടിയെത്താനും അതുപോലെ തന്നെ പുള്ളപ്പിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് റിട്ടേൺ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് റിസൾട്ടിനെ വെയിറ്റ് ചെയ്തിട്ട് ഫിസിക്കൽ ആരംഭിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയോടും പ്രത്യേകം പറയാനുള്ളത് ഒരു റിക്വസ്റ്റ് തന്നെയാണ്, നിങ്ങൾ ഇന്ന് തന്നെ എന്നുള്ളതിന് ഫിസിക്കലിന് കൂടെ
റിട്ടേൺ എക്സാമിനേഷനെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 100%മായിട്ടും ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം അണിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കേരളത്തിലെ ഇന്ത്യൻ ആർമി GD എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. ബാക്കി സിലബസ്, അതായത് ബാക്കി ട്രേഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞങ്ങൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. വ്യക്തമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇനി വരുന്ന റിട്ടേൺ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.